കൊല്ലത്ത് നിന്നും ഒരു സ്കൂൾ മുഴുവൻ എത്തിയിരിക്കുകയാണ് സഹപാഠികൾക്ക് ആവേശം പകരാൻ. വിദ്യാർത്ഥികൾ മാത്രമല്ല, അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ എല്ലാവരുമാണ് ഇരുള നൃത്തത്തിന് ആവേശം പകരാൻ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലെത്തിയത്. എന്റെ പുറകെ കാണുന്ന ഈ ടീമില്ലേ, ചേട്ടന്മാരുടെ ഡാൻസ് കാണാൻ വേണ്ടി, ഇരുള നൃത്തം കാണാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് എല്ലാവരും കൂടി എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ. ഡാൻസ് എങ്ങനെയുണ്ട്? ചേട്ടന്മാരുടെ ഡാൻസ് എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ച പോലെയൊക്കെ അവര് കളിച്ചോ? ഫസ്റ്റ് അടിക്കോ? ചോദിച്ചോക്കെ ഉറപ്പാ, ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? ടീച്ചർക്ക് എന്ത് തോന്നുന്നു ഇവരുടെ? നല്ല പെർഫോമൻസ് ആയിരുന്നു കുട്ടികളുടെ, നന്നായിട്ട് ചെയ്തു. അപ്പൊ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നമ്മളെ കുളത്തൂപ്പുഴ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ കുട്ടികളും അധ്യാപകരുമാണ്. ഇപ്പം ഈ വർഷം ആദ്യമായിട്ടാണ് ഈ ഗോത്രവർഗ കലകൾ ഇതിൽ ഉൾപ്പെടുത്തിയത്. അപ്പം നമ്മളത് അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾ ST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്കൂളാണിത്. അപ്പോൾ മെജോറിറ്റി നമ്മുടെ കുട്ടികൾ ഇരുള വിഭാഗത്തിലുള്ള കുട്ടികൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ കുട്ടികൾക്ക് നല്ല പ്രാക്ടീസ് കൊടുക്കുകയും, അപ്പോൾ ഇവർ ആദ്യം ജില്ല വരെ ഇവർ തനിയെയാണ് പ്രാക്ടീസ് ചെയ്ത് കളിച്ചത്. പിന്നെ സംസ്ഥാനത്ത് എത്തിയപ്പോഴത്തേക്കും നമ്മുടെ അട്ടപ്പാടിയിലുള്ള തന്നെ ബാലൻ മാഷ് സാറ് കൂടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിശീലനം കൂടി കൊടുത്തു. പിന്നെ നമ്മുടെ സ്കൂൾ മുഴുവനും, നമ്മുടെ സ്കൂളിൽ നിന്ന് 2 ടീം മത്സരിക്കുകയാണ്. ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഉണ്ട്. നാളെയാണ് ഹൈസ്കൂൾ മത്സരം. അപ്പോൾ നമ്മുടെ അധ്യാപകരും കുട്ടികളും എല്ലാവരും, അപ്പോൾ ഒരു സ്കൂൾ ഒന്നടങ്കം നമ്മൾ കൂടെ വന്നേക്കാണ്. ഒരു സ്കൂളിലെ HM-ഉം ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാവരും ആദ്യമായിട്ടായിരിക്കും ഒരു പ്രോഗ്രാം കാണാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എത്തുന്നത്. അതെ, തീർച്ചയായിട്ടും. അവരെ പരിശീലിപ്പിച്ച മാഷാണല്ലേ ഇത്? മാഷിന്റെ പേരെന്താ? എൻ്റെ പേര് ബാലൻ. ഞാൻ ഒരു 30 കൊല്ലമായിട്ട് ഒരു കലാസമിതി വെച്ചിട്ട് ഒരു 30 ട്രൂപ്പ് വെച്ചിട്ട് 30 ആൾക്കാർ വെച്ചിട്ട് ഞങ്ങൾ പുറമേ പോകുന്നുണ്ട്. പിന്നെ കേരളത്തിൻ്റെ ഉള്ളിൽ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു അവസരം കിട്ടിയപ്പോൾ ഇരുള നൃത്തം പുറലോകം അറിയാത്ത നൃത്തമാണ്. അപ്പോൾ അത് ഈ കൊല്ലം തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി കുറേ ടീമുകൾ ഉണ്ടാവും. അതിന് എല്ലാവർക്കും ഒരു ആശ്വാസമുണ്ട്. അപ്പൊ അനിയന്മാരും ടീച്ചേഴ്സും സ്കൂളിൽ നിന്ന് എല്ലാരും നിങ്ങളുടെ പ്രോഗ്രാം കാണാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളേ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇത്ര ആൾക്കാര് നിങ്ങളുടെ ഡാൻസ് കാണാൻ വന്നപ്പോ? വളരെ സന്തോഷമുണ്ട്. നിന്നെ പറഞ്ഞു പഠിപ്പിച്ചു വിട്ടേന്നല്ലോ. അല്ല, വളരെ സന്തോഷമാണ് എല്ലാരും കാണാൻ വന്നതിൽ. പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ? ഞങ്ങക്ക് കാണാൻ പറ്റിയില്ല. നിങ്ങളല്ലേ സ്റ്റേജിൽ കയറി കളിച്ച, അപ്പൊ നിങ്ങൾ എങ്ങനെ കാണും? ഞാൻ ബാക്കി പറയട്ടെ. ഞങ്ങള് നന്നായിട്ട് കളിച്ചെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. പിന്നെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അടിപൊളിയായി തന്നെ കളിച്ചു ഞങ്ങള്. പിന്നെ നിങ്ങൾക്ക് നേരത്തെ അറിയുന്ന ആൾക്കാരായിരിക്കും ഈ ഇരുള നൃത്തത്തിനെ പറ്റി. അപ്പൊ അത് സ്റ്റേജിലേക്ക് വന്നപ്പോ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അതിന്റെ സ്റ്റേജ് ഫിയറിന്റെ ഇതുണ്ട്, സ്റ്റേജ് ഫിയർ. അപ്പൊ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ അവിടെ നിന്ന് കളിക്കുന്നതാണ്. പിന്നെ ഇവിടെയും വന്ന് കളിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയ്ക്കും വളരെ സിമ്പിൾ ആയിരുന്നു കളിക്കാൻ. അപ്പൊ ചേട്ടന്മാരുടെയും സ്റ്റുഡൻസിന്റെയും ഒക്കെ പ്രോഗ്രാം കണ്ട് ടീച്ചേഴ്സും ഇവിടുത്തെ സ്റ്റുഡൻസും ഒക്കെ ഹാപ്പി ആയിരിക്കാണ് അല്ലേ? പവർ പോരാ, കുറച്ചുകൂടെ. കലോത്സവം എങ്ങനെയുണ്ട്? നിങ്ങൾ ആദ്യമായിട്ടാണോ സ്റ്റേറ്റ് കലോത്സവം കാണുന്നത്? വേറെ ലെവലല്ലേ? അനുശ്രീ കളപ്പുരയ്ക്കൽ, News 18.